ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് തേങ്ങയൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് മുഴുവനായിട്ട് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും അതുപോലെ തന്നെ 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മളിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ല പോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറിൽ തന്നെ ഇതിലെ മാവും കൂടെ ചേർത്തിട്ട് അടിച്ചെടുക്കുക. ഞാനിത് മാവ് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നേരത്തെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ട് മാറ്റി വെക്കുക. കുറേശ്ശെ മാവിൽ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഡയറക്റ്റ് അരിപ്പയിൽ അരിച്ചിട്ട് ഈ ഒരു കേക്ക് ബാറ്ററിൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അളവുകളൊക്കെ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് ടിന്നിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഇത് സ്റ്റൗവിലും ബേക്ക് ചെയ്യുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ഓവനിലും ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഞാനിത് ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റാണ് ടൈം കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 25 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട. ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ബദാമിൻ്റെ ഫ്ലേവർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബദാമിൻ്റെ ഫ്ലേവറിന് പകരം നിങ്ങൾക്ക് പിസ്തയുടെയോ സ്ട്രോബെറിയുടെ ഒക്കെ ഫ്ലേവർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബദാമിൻ്റെ ആകുമ്പോൾ തേങ്ങ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ബദാമിൻ്റെ ആ ഒരു മിക്സും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളിത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടോട് കൂടി തന്നെ നമ്മളിത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഒഴിച്ച പാടന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയത് കാരണം തന്നെ പെട്ടെന്ന് അബ്സോർബ് ആയി പോകും കേട്ടോ പാല്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമുക്കത് ഏത് സൈസിലുള്ള പീസായിട്ടും ഇത് മുറിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. നല്ലൊരു കോക്കനട്ടിൻ്റെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.